മച്ചാമരെ ഇന്ന് നമുക്ക് കുട്ടിക്ക് വാക്സിൻ ഡേ ആണ് കേട്ടോ. വാക്സിൻ എടുക്കാൻ പോകണം. അതിനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഒരു 9:30 എഴുന്നേറ്റപ്പോൾ പല്ലിയപ്പൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി പോകാനുള്ള ടൈമായിട്ട് രാവിലെ തന്നെ നമ്മുടെ കിവിക്കുട്ടനൊന്ന് കാണാമെന്ന് വിചാരിച്ചു. കിവിക്കുട്ടൻ പ്രസവിച്ചിട്ടാ 3 പിള്ളേരുണ്ട് കേട്ടാ. നമ്മുടെ സ്വന്തം കൊണ്ടാട്ടിയപ്പോഴേക്കും ലല്ലൂസിനെ റെഡിയാക്കി ഇരുന്നിട്ടാ. ലല്ലൂസ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ചിറാപ്പും പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നെ അതൊക്കെ റെഡിയായി. പിന്നെ നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് ഫുഡ് കൊണ്ടേ കൊടുക്കാനുണ്ട്. ഉള്ള ചേച്ചിയുടെ കുട്ടി അഡ്മിറ്റ് ആയിട്ടുണ്ട്, പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം വാക്സിൻ എടുക്കുന്നിടത്ത് എത്തി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടാ. കുട്ടിക്കാണ് വാക്സിൻ എടുക്കണമെന്നുണ്ടെങ്കിലും അമ്മ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കണ്ട. വേറെ ഒന്നുമല്ല, കൂട്ടുകാരും അവരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാക്കി. എന്തായാലും സിസ്റ്റർമാരുടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ വന്നില്ലേന്ന് ചോദിച്ചു, അതായത് എൻ്റെ അമ്മയാണ്. ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടാ, എല്ലാവരുടെയും അമ്മമാര്, അതായത് വൈഫിൻ്റെ ആയാലും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നായാലും അമ്മമാരും കാര്യങ്ങളൊക്കെയാണ് വന്നിരുന്നത്. ഞാൻ മാത്രമാണെന്ന് അവിടെ ഹസ്ബൻഡായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലല്ലൂസിൻ്റെ കുത്തിവെപ്പ് കഴിഞ്ഞിട്ടാ പിന്നെ ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഓരോരുത്തർ വീട്ടിലോട്ട് പോകാനുള്ള കാര്യങ്ങളായി. നമ്മുടെ നാട്ടിലെ ഓരോ ആശാവർക്കന്മാരുടെ ഇടപെടലാണ് ഇതിനേക്ക് ഒരു സക്സസും കാര്യങ്ങളൊക്കെ. എന്തായാലും എല്ലാവരും ഹാപ്പിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ വാക്സിനേഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അംഗനവാടിയിൽ നിന്ന് യാത്ര ആയിട്ടാ. നേരെ ഇനി ഫുഡ് കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. ഹോസ്പിറ്റലിൽ പനി പിടിച്ച് കിടക്കുന്ന ആളാണ് ഇത്. ആളുടെ പേര് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ടും അഗജിത് ഗൗതം സൈന്ധവ എന്നാണ് ആളുടെ പേര്. ലല്ലൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മടിയിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. കൊണ്ടാട്ടി പുള്ളനെ നമ്മുടെ മടിയിലേക്ക് വന്നിട്ട് അഗജിത്തിന് ഫുഡ് വാരി കൊടുക്കേണ്ട. അഗജിത്തിന്റെ മമ്മിയും ഡാഡിയും കാഴ്ചയൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കേണ്ട. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് നമ്മളവിടെ നിന്ന് പയ്യെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടാ. താഴെ ഇറങ്ങിയപ്പോ ക്യാൻറ്റീനിൽ നിന്ന് സർബത്ത് വരെ അങ്ങോട്ട് കാച്ചി. അങ്ങനെ സർബത്ത് കുടിച്ച് ചില്ലായിട്ട് നേരെ വീട്ടിലോട്ട് തിരിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സ്വന്തം വീട്ടിലെത്തി. അപ്പോൾ ഓക്കെ മച്ചന്മാരെ, അടുത്ത വീഡിയോ പിന്നെ കാണാം. ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും